നീ വഴുത്തുപോക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും എൻ്റെ വീടിൻ്റെ ഓണറല്ലേ ജോസഫ്, പുള്ളി മരിച്ചു. സത്യം എന്താണെന്നും നിനക്കും അറിയാം, എനിക്കും അറിയാം. നിന്റെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. തെളിവുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ വളരെ സമർത്ഥമായി ചെയ്ത നീ ആ ഡ്രഗിൻ്റെ കുപ്പി മാത്രം വളരെ സിമ്പിളായിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞത് ഒരബദ്ധമായി പോയല്ലോ സുഹൃത്തെ. പേടിക്കണ്ട, ആ കുപ്പി വളരെ ഭദ്രമായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ ആ ടാഗിൽ നിന്ന് ശേഖരിച്ച സാമ്പിൾസ്, നിന്റെ ഭാര്യയായ വർഷയുടെ മൊഴി, അവക്കെല്ലാം അറിയാം. അങ്ങനെ നിന്നെ പൂട്ടാനുള്ള സർവമാന തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. എടാ, നിനക്കെല്ലാം അറിയാലോ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ നിനക്ക് കുറച്ച് പൈസ സംഘടിപ്പിച്ചു തരാം. എത്ര രൂപ? ഒരു 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ എല്ലാവർക്കും തികയും? എല്ലാവർക്കും? നീ ഇതാരെങ്കിലും പറഞ്ഞോ? എല്ലാവരും ഉണ്ടോ? ആ, അവര് നിനക്ക് വേണ്ടി വന്നതാ. എന്താടാ, പേടി തോന്നുന്നുണ്ടോ നിനക്ക്? പേടി തോന്നാനുള്ള വസ്തു നിന്റെ ഉള്ളിൽ ഇപ്പം ചെന്നിട്ടുണ്ടാവണമല്ലോ. സംഘടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? രാഹുൽ AV ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനിയിൽ വെച്ചിട്ട് ഈ അടുത്തൊരു മർഡർ നടന്നിട്ടുണ്ടായിരുന്നു. താൻ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിന്റെ പ്രതിയല്ലേ പോലീസ് അറസ്റ്റ് ചെയ്തത്? എനിക്ക് അതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.